ഷോഗുൻ എന്ന സീരീസിന്റെ ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് എപ്പിസോഡാണിത്. ഇതേപോലെ എല്ലാ എപ്പിസോഡുകളുടെ എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും കയറി നോക്കുക. ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ കഥ മൊത്തം നടക്കുന്നത് 1600 ജപ്പാനിലാണ്. ഈ ഒരു കാലഘട്ടത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെ എവിടെയൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ നമുക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം അത് തന്നെ നോക്കാം. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? 1600 ലോകത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്? നമുക്കറിയാം, വേൾഡ് മാപ്പിൽ ജപ്പാൻ ഒരു ചെറിയൊരു സ്ഥലമാണ്, ഒരു ഐലൻഡ് ആണ് ജപ്പാൻ. ഈ സമയത്ത് യൂറോപ്പൊക്കെ വൻ പവർഫുൾ ആയിട്ട് വേൾഡ് ട്രേഡിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് യൂറോപ്പ് ആയിരുന്നു. ഈ യൂറോപ്പിലുള്ള ആൾക്കാരുടെ പണി അറിയാലോ, അവരിങ്ങനെ ഓരോ പുതിയ രാജ്യങ്ങളൊക്കെ പോയി കണ്ടുപിടിക്കും. കൊളംബസ് അമേരിക്കയിൽ എത്തിയതും വാസ്കോഡ ഗാമ നമ്മുടെ കൊച്ചിയിൽ വന്നതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. പുതിയ രാജ്യങ്ങളിൽ പോയിട്ട് കച്ചവടം ചെയ്യാനാണ് ഇവർക്ക് താല്പര്യം. അപ്പൊ ഈ 1600s പോർച്ചുഗീസുകാർ മാത്രമേ ഈ ജപ്പാനിൽ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരാളും ജപ്പാനിൽ കാല് കുത്തിയിട്ടില്ല. അപ്പൊ ലോകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ജപ്പാനിൽ എന്താണ് നടക്കുന്നത്, ജപ്പാന്റെ ഒരു അവസ്ഥ, അവിടെ എന്തൊക്കെയായിരുന്നു ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം നോക്കാം. ജപ്പാനിൽ കൊല്ലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ഇംപീരിയൽ കോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ആയിരുന്നു. ഒരു എംപറർ ഉണ്ടാവും, എംപറർക്ക് താഴെ ചെറിയ ചെറിയ രാജാക്കന്മാരും ഉണ്ടാവും. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ ചെറിയ രാജാക്കന്മാരൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് ഈ എംപററിന്റെ ഭരണമൊന്നും അത്ര ഇഷ്ടപ്പെടാതെ അയാൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ചെറിയ ചെറിയ രാജാക്കന്മാർ എന്ത് ചെയ്തു, എംപററിന്റെ അടുത്ത് യുദ്ധത്തിന് പോയി. ഈ യുദ്ധം എന്ന് പറയുന്നത് ജപ്പാന്റെ തന്നെ വളരെ ഡാർക്ക് ആയിട്ടുള്ള കുറച്ച് സമയങ്ങളാണ്. വർഷങ്ങളോളം ഈ യുദ്ധം നീണ്ടു നിന്നു. ഈ യുദ്ധം കൊണ്ട് ആകെ ഒരു ഗുണം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ ചെറിയ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് ഒരു പ്രത്യേക തരം സോൾജേഴ്സ് ഉണ്ട്. ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ള സോൾജേഴ്സ് ആണ്. അതായത് അവർക്ക് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല, യുദ്ധം മാത്രമേ അവർക്ക് അറിയുള്ളൂ. യുദ്ധത്തിന് പോവുക, യുദ്ധത്തിൽ മരിക്കുക, അതാണ് അവർ കാണുന്ന ഒരു ഹയസ്റ്റ് ഓണർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പട്ടാളക്കാരെ വിളിക്കുന്ന പേരാണ് സമുറായ് എന്ന്. സമുറായ് എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അവസാനം അവർ എംപററിനെയൊക്കെ തോൽപ്പിക്കുന്നു. അങ്ങനെ അവർ ഇംപീരിയൽ കോർട്ടിനെ മാറ്റിയിട്ടാണ് പുതിയൊരു സിസ്റ്റത്തിനെ കൊണ്ടുവരുന്നത്. അതിന്റെ ഹെഡിനെ അവർ വിളിക്കുന്ന പേരാണ് ഷോഗുൻ. ഒരു മിലിറ്ററി കമാൻഡറിന്റെ പവറാണ് ഈ ഷോഗുനുള്ളത്. അങ്ങനെ യുദ്ധമൊക്കെ അവസാനിച്ച് കുറച്ചു കാലം സമാധാനമായിട്ട് പോയി ജപ്പാൻ. ഒരുപാട് കാലം സമാധാനമായിട്ട് പോകാനൊന്നും പറ്റിയില്ല. ഈ ചെറിയ ചെറിയ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇപ്പൊ ഭയങ്കര പവർഫുൾ ആണ്. അവര് തമ്മിൽ തന്നെ അടികൂടാൻ തുടങ്ങി. ഓരോ രാജാക്കന്മാരുടെയും അവരുടെ സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ വലുതാക്കാനായിരുന്നു എല്ലാവരും ശ്രമിച്ചത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ സീരീസ് തുടങ്ങുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 1590 ടൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു അന്നത്തെ ഷോഗുൻ, അതായത് എല്ലാവരുടെയും ഹെഡ്. അങ്ങനെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ടൈക്കോ ഒരു അസുഖം വന്ന് മരിക്കുകയാണ്. എന്നാൽ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായിട്ടുള്ള മക്കളൊന്നും ടൈക്കോന് ഇല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഷോഗുൻ ആരാവുന്നുള്ള ഒരു ചർച്ച വന്നു. എല്ലാ രാജാക്കന്മാർക്കും വേണ്ടത് ഈ ഷോഗുൻ ആവുക എന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ആൾക്കാരുടെ പേരുകളൊക്കെ നോക്കണം. 5 രാജാക്കന്മാരാണുള്ളത്. ഇവരെയൊക്കെ ബൂഷോസ് എന്നും റീജൻസ് എന്നും ഇവർ വിളിക്കും. ഈ 2 പേരുള്ളതും ഒരേ ആൾക്കാർക്ക് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ രാജാക്കന്മാരെന്ന് വിളിക്കാം. ആദ്യത്തെ ആള് കാന്റോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ രാജാവാണ്. യോഷി ടൊറനാഗ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇവിടുത്തെ രാജാവ്. നമുക്ക് ഇയാളെ യോഷി എന്ന് വിളിക്കാം. ഇനി നോർത്ത് ജപ്പാന്റെ രാജാവിന്റെ പേരാണ് സുഗിയാമ ജോസു. സുഗിയാമ എന്ന് നമുക്ക് വിളിക്കാം. ബുങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ രാജാവാണ് ഓനോ ഹരുനോബോ. ഇയാളെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇയാൾക്ക് ലെപ്രസി രോഗമുണ്ട്, അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും അധികം വരില്ല. ഓനോ എന്നാണ് നമ്മൾ ഇയാളെ വിളിക്കാൻ പോകുന്നത്. 4ാമത്തെ സ്ഥലമാണ് ഹിഗോ എന്ന് പേരുള്ള സ്ഥലം. അവിടുത്തെ രാജാവിന്റെ പേരാണ് കിയാമ ഉക്കോൻ സഡനാഗ. കിയാമ എന്ന് നമുക്ക് വിളിക്കാം. ഇനി അവസാനം ഗോഷു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ രാജാവാണ് ഇഷിഡോ കസുനാരി എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ഇഷിഡോ എന്നാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നല്ല ആൾക്കാരും ഉണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വഴിയെ നോക്കാം. ഇവിടെ കാണിക്കുന്നത് ഒരു ഡച്ച് ഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഈ ഷിപ്പിലെ ക്യാപ്റ്റനും പൈലറ്റും കൂടെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഇവർ 5 ഷിപ്പും 500 പേരായിട്ട് യാത്ര പുറപ്പെട്ടതാണ്. ഇപ്പൊ ആകെ ഒരു ഷിപ്പും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഒന്നും തന്നെ ബാക്കിയില്ല. ജീവൻ എങ്ങനെയോ നിൽക്കണമെന്ന് കൂടെ ആർക്കും അറിയില്ല. എല്ലാ ഹോപ്പും അവസാനിച്ചു എന്ന് ക്യാപ്റ്റൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ പൈലറ്റ് ഉണ്ടല്ലോ, ഇയാളാണ് നമ്മുടെ ഒരു മെയിൻ ക്യാരക്ടർ. അയാളുടെ പേരാണ് ജോൺ. ജോൺ ബ്ലാക്ക് ത്രോൺ എന്നാണ് ശരിക്കുള്ള പേര്. നമ്മൾ ജോൺ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ക്യാപ്റ്റൻ മുഴുവൻ നെഗറ്റീവ് അടിക്കുകയാണ്, നമ്മൾ എവിടെ എത്തില്ല, നമ്മളെല്ലാവരും മരിക്കാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. ജോൺ ആണെങ്കിൽ ഫുൾ പോസിറ്റീവ് ആണ്. നമ്മൾ ഉടനെ തന്നെ ലാൻഡിൽ എത്തും, ഒന്നും പേടിക്കണ്ട, ജപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ എത്തും എന്ന് പറയുന്നു. അപ്പൊ ഈ കോൺവെർസേഷൻ കഴിഞ്ഞതും എന്ത് ചെയ്യുന്നു, ക്യാപ്റ്റൻ സൂയിസൈഡ് ചെയ്യുന്നു. ഇപ്പൊ പൈലറ്റും ബാക്കി കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഷിപ്പിലുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ ഷിപ്പ് ജപ്പാനിൽ എത്തുകയാണ്. ജപ്പാനിൽ എത്തിയതും ജപ്പാന്റെ സോൾജേഴ്സ് വരുന്നു. അവർ വന്ന് നോക്കുമ്പോൾ ബോധം പോയ കുറെ ആൾക്കാരും പിന്നെ നമ്മുടെ ജോണിനെയും ഇവിടെ വെച്ച് കാണുന്നുണ്ട്. അപ്പൊ സാധാരണ ഒരു ഷിപ്പ് ഇവിടെ വന്ന്
അടിഞ്ഞു എന്ന് ഇവർ വിചാരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇവരുടെ കപ്പലിൽ ഒരു പ്രത്യേക കുറെ സാധനങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോക്കുകളും പീരങ്കികളും ഒരുപാടുണ്ട് ഈ ഷിപ്പിൽ. അതായത് ഒരു സാധാരണ ഒരു ഷിപ്പിലുള്ള പോലെയല്ല, ഒരു മിലിറ്ററി ഷിപ്പിലൊക്കെ ഉള്ള പോലത്തെ അത്രയും ഗൺ പവർ ഇവിടെ ഉണ്ട്. ആ കാലത്ത് ഈ തോക്കുകളൊന്നും ജപ്പാനിൽ അധികം കണ്ടുവന്നിട്ടില്ല. അപ്പൊ അവർക്ക് ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ്. സമുറായി സോഡൊക്കെ അറിയാലോ, അവർ ഇപ്പോഴും വാളുകളൊക്കെ കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഈ തോക്കുകളും പീരങ്കികളും ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ജോൺ ഇവരിനെ കാണുമ്പോൾ വയലന്റ് ആവുന്നുണ്ട്. അങ്ങനെ ജോണിനെയൊക്കെ പിടിച്ച് കെട്ടുന്നുണ്ട് ഇവര്. ഈ ജോണിന്റെ ഒരു സ്വഭാവം പറയാം, ആകെ വെപ്രാളം പിടിച്ചൊരു ചങ്ങായിയാണ്. ഫുൾ ടൈം ബേജാറാണ്. അതിപ്പോ വർത്താനമായാലും പെരുമാറ്റമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആവാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്, അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ഇപ്പൊ ഈ കപ്പലും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പോകേണ്ടത് ഒസാക്ക കാസിൽ എന്ന് പറഞ്ഞിട്ടൊരു കാസിൽ ഉണ്ട്. ഒസാക്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ജപ്പാനിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലം. ഇപ്പൊ ടോക്കിയോ ഒക്കെ ഉള്ള പോലെ പണ്ട് ഒസാക്ക ആയിരുന്നു. അവിടുത്തെ കാസിൽ ഇപ്പൊ ആരുടെ കയ്യിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷീഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കയ്യിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 5 രാജാക്കന്മാരിൽ ഒരു രാജാവാണ് ഇഷീഡോ. ഇവിടെ നമുക്കൊരു വില്ലനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം. അതേപോലെ നല്ലവനായിട്ടുള്ള ഒരു രാജാവ് കൂടിയുണ്ട്. അതാണ് നമ്മുടെ യോഷി ടൊറനാഗ എന്നുള്ള ആള്. നല്ലൊരാളെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ന്യായത്തിന്റെ ഭാഗത്തും ഒരു ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒസാക്ക കാസിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യോഷിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് ഇഷീഡോന്റെ ആൾക്കാർ. അപ്പൊ ഇപ്പൊ ഒസാക്ക കാസിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 5 രാജാക്കന്മാരുണ്ടല്ലോ, ഇവര് ഒരു കൗൺസിൽ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇവരൊരു മീറ്റിംഗ് വെക്കും, വോട്ടൊക്കെ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ഇവര് തീരുമാനിക്കുക. അപ്പൊ അതേപോലെ എന്തോ ഒരു ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് യോഷിനെയും ബാക്കിയുള്ള 5 പേരിനെയും ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്താ കാര്യം നോക്കാം. അപ്പൊ ഇവര് സംസാരിക്കുകയാണ്. ടൈക്കോ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം ആയിട്ടുണ്ട്. ഇഷീഡോ പറയുകയാണ്, യോഷി ഇപ്പൊ ഒരുപാട് വളർന്നിരിക്കുന്നു, നിനക്ക് തന്നിട്ടുള്ള സ്ഥലം നീ ഒരുപാട് ഇപ്പൊ വലുതാക്കി, നിന്റെ ഈ പോക്ക് അത്ര ശരിയല്ല. ബേസിക്കലി സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷീഡോന് യോഷിനെ കണ്ണെടുത്ത കണ്ടുകൂടാ. യോഷിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷീഡോന്റെ ഒരു പ്ലാൻ ആണ് നമ്മൾ ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ദേഷ്യം തോന്നാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഈ ടൈക്കോ ഉണ്ടല്ലോ, പണ്ടത്തെ ഷോഗുൻ, ഒരു കൊല്ലം മുന്നേ മരിച്ചുപോയ ആള്, അയാളുടെ ഭാര്യന്റെ പേരാണ് ലേഡി ഒച്ചിബ. ഈ ടൈക്കോന്റെയും ലേഡി ഒച്ചിബിന്റെയും മകനാണല്ലോ ഇനി അടുത്ത അനന്തരാവകാശി. ആ പയ്യന്റെ പേര് നക്കമുറ എച്ചിയോ എന്നാണ്. എച്ചിയോ നമുക്ക് വിളിക്കാം. അപ്പൊ ഇപ്പൊ ലേഡി ഒച്ചിബി മകനും ഉള്ളത് നിന്റെ കാസിലല്ലേ, നീ എന്തിനാണ് അവരെ നിന്റെ കാസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ചോദിക്കും. സംഭവം സത്യമാണ്. ഈ അടുത്ത അനന്തരാവകാശിയും അമ്മയും കൂടെ യോഷിന്റെ കാസിലാണ് ഇപ്പോൾ ഉള്ളത്. അവര് ശരിക്കും എന്തിനാ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഷിന്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ലേഡി ഒച്ചിബന്റെ സിസ്റ്ററിനെയാണ്. അപ്പൊ അവരിപ്പോ പ്രഗ്നന്റ് ആണ്. അതുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് ലേഡി ഒച്ചിബ ആക്ച്വലി യോഷിന്റെ കാസിൽ പോയിരിക്കുന്നത്. അത് ഇവരെന്ത് ചെയ്യും, ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് ഇയാൾ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഈ കൗൺസിലിൽ അവതരിപ്പിക്കും ഇഷീഡോ. യോഷി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ പറയും ഇവരുടെ. എന്നിട്ട് പറയും, നീ പെട്ടെന്ന് തന്നെ ലേഡി ഒച്ചിബിനെ ഇങ്ങോട്ട് മടക്കി കൊണ്ടുവരണം, ഒസാക്ക കാസിലേക്ക് കൊണ്ടുവരണം. അതേപോലെ ഈ കാര്യം ചെയ്തത് കൊണ്ട് നീ ഒരു ട്രൈറ്റർ ആയി എന്നുള്ള കാര്യം പറയും. അതായത് ഒരു ചതിയനായി നീ ഇപ്പോ. ലേഡി ഒച്ചിബ മടങ്ങി വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു വോട്ടെടുപ്പ് നടത്തും. ഈ ജപ്പാനിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവരിനെ കൊല്ലാൻ നോക്കുകയാണെന്നുള്ള കാര്യം. നമ്മൾ വേറെ സീരീസിലും വേറെ സ്ഥലങ്ങളിൽ കാണുന്ന പോലെ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഒന്നും ഇല്ല അവിടെ. വോട്ട് ചെയ്യാൻ എടുത്തു, നിന്റെ കാര്യം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലാൻ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള യോഷിന്റെ ഫ്യൂച്ചർ ഇത്തിരി ഡാർക്കാണ്. അതേപോലെ യോഷിനെ മടങ്ങി പോകാൻ ഇവർ അനുവദിക്കില്ല, ഒസാക്ക കാസിൽ തന്നെ ഇരിക്കണം എന്നും പറയും. അപ്പൊ ഈ യോഷി അത്ര മണ്ടരൊന്നും അല്ല, ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. അയാൾ ഇവിടെ ഒസാക്കയിലെ ഈ കാസിൽ ട്രാപ്പായ കാര്യമൊക്കെ അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ നമ്മൾ പുതിയൊരാളിനെ കൂടി പരിചയപ്പെടുന്നുണ്ട്. യോഷിന്റെ വലങ്കൈ ആയിട്ടുള്ള ആളാണ് ഹിറോമോച്ചോ എന്നാണ് ഇയാളുടെ പേര്. അപ്പൊ ഹിറോമോച്ചോനോട് യോഷി അയാളുടെ പ്ലാന് പറയുകയാണ്, ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് യുദ്ധത്തിന് പോവാം, പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 പേര് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പൊ യോഷി ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പൊ റിവീൽ ചെയ്യില്ല. ഒരു കാര്യം മാത്രം പറയും, നമ്മുടെ രാജ്യത്ത് ഒരു ഫോറിൻ ഷിപ്പ് വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ ആ വാർത്ത കേട്ടു, നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് പോയിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യ്, അതിലുള്ള ആൾക്കാരെ നീ ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയും. അപ്പൊ ഇത് രണ്ടും ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഈ ഫോറിൻ ഷിപ്പ് വന്നതും ഇവിടെ നടക്കുന്ന പ്രശ്നവുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ യോഷി ഇങ്ങനെ ഒരു കാര്യം പറയും, അത് ഹിറോമോച്ചോനും മനസ്സിലാവില്ല ഇത് എന്തിനാ പറയുന്നതെന്ന്. ഇത് കാണുന്ന നമുക്കും ആക്ച്വലി മനസ്സിലാവില്ല ഇപ്പൊ. ഇനി നമുക്ക് ഷിപ്പിന്റെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ യോഷി ഭരിക്കുന്ന സ്ഥലത്താണ് ഈ ഷിപ്പ് വന്ന് അടിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ രാജാക്കന്മാരുടെ അണ്ടറിൽ കുറെ ലോഡ്സ് ഉണ്ട്. അതിലെ ഒരു ലോഡിനെ നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെടുന്നു. കഷിഗി എബുഷിഗെ എന്നാണ് ഇയാളുടെ പേര്. എബുഷിഗെ എന്ന് നമുക്ക് വിളിക്കാം. ഇതിന്റെയൊക്കെ
പ്രൊണൗൺസിയേഷൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കും. നമുക്ക് അറിയുന്ന ഒരു ലെവലിൽ വെച്ച് നമുക്ക് നോക്കാം. യബുഷിഗന്റെ രാജാവാണ് ആക്ച്വലി യോഷി. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യബുഷിഗെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ആളാണ്, വലിയ ലോയൽ ആയിട്ടുള്ള ആളൊന്നും അല്ല. ആര് പൈസ തരും കൂടുതൽ, ആരുടെ കയ്യിലാണ് പവർ എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ചേരിയിൽ പോയി നിൽക്കുന്ന ആളാണ് ഇദ്ദേഹം. ആ സ്വഭാവം മനസ്സിലായല്ലോ. യബുഷിഗയാണ് ഈ കപ്പലിലേക്ക് ആദ്യം എത്തുന്ന ആള്. ഈ കപ്പലിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 12 പേര് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ജോൺ ആണ് ഇവരുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ജോണിനെ കെട്ടിക്കൊണ്ടുവരും ഇവര്, എന്നിട്ട് യബുഷിഗന്റെ മുന്നിൽ ഹാജരാക്കും. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലാംഗ്വേജ് ഒന്നും അറിയില്ല. ഈ പോർച്ചുഗീസുകാർ ഒരുപാട് പേര് ജപ്പാനിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോർച്ചുഗീസുകാരനെയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പൊ ജോൺ പറഞ്ഞ് ഒരു ട്രാൻസ്ലേറ്റർ അത് കൺവേർട്ട് ചെയ്തിട്ടാണ് യബുഷിഗ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു ഹിസ്റ്റോറിക് ഫാക്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ജോൺ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുകാരനാണ്. ആ സമയത്ത് യൂറോപ്പിൽ വലിയൊരു യുദ്ധം, ഇവിടെ ജപ്പാനിലുള്ള പോലെ തന്നെ വലിയൊരു യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. കാത്തോലിക്സും പ്രൊട്ടസ്റ്റന്റ്സും തമ്മിലുള്ള യുദ്ധമാണ് അത്. ഈ കാത്തോലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും അങ്ങനെ കുറച്ച് രാജ്യക്കാരാണ് ഈ കാത്തലിക്സ്. പ്രൊട്ടസ്റ്റന്റ്സ് ആവട്ടെ നമ്മുടെ ഇംഗ്ലണ്ടും ബാക്കിയുള്ള രാജ്യങ്ങളുമാണ്. അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പൊ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്ന പോർച്ചുഗീസുകാരൻ ആക്ച്വലി ജോണിന്റെ ശത്രുവാണ്. അപ്പൊ ജോൺ പല കാര്യങ്ങളും പറയുന്നുണ്ട്, ഈ പോർച്ചുഗീസുകാരൻ അതൊക്കെ മാറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത് യബുഷിഗയ്ക്ക് ആക്ച്വലി മനസ്സിലാവും. അപ്പൊ പെട്ടെന്ന് ജോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പോർച്ചുഗീസുകാരന്റെ കയ്യിൽ യേശുവിന്റെ ഒരു കുരിശുണ്ട്. ആ കുരിശ് എടുത്തിട്ട് നിലത്തിട്ട് ചവിട്ടും. ഈ നിലത്തിട്ട് ചവിട്ടുന്നത് കണ്ടതും യബുഷിഗയ്ക്ക് മനസ്സിലായി ഇവര് രണ്ടുപേരും ശത്രുക്കളാണ്. കാരണം ഈ പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞാൽ യേശുവിന്റെ കാത്തലിക്സിന്റെ ആൾക്കാരാണ്. ആ ക്രോസിനെയാണ് ഇയാൾ നിലത്തിട്ട് ചവിട്ടിയത്. ആംഗ്യഭാഷയെ ഇവിടെ വർക്കൗട്ട് ആവുള്ളൂ, വർത്താനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഇവിടെ വെച്ച് ജോണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജോൺ പറയുന്ന ഒരു കഥയുണ്ട്. ഞങ്ങള് എറാസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡച്ച് കപ്പലിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വഴി തെറ്റി ഈ കടലിൽ പെട്ടിട്ട് ഒരു വിധമാണ് ജപ്പാനിൽ എത്തിയതെന്ന് പറയും. ഇതേ സമയത്ത് ഈ പോർച്ചുഗീസുകാരൻ പറയും ഇയാള് പൈററ്റ് ആണ്, ഇയാൾ ഇപ്പൊ ഇവിടെ വെച്ച് കൊല്ലണം എന്ന് പറയും. ജോണും പോർച്ചുഗലുകാരനും വഴക്കാവും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യൂറോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നൊന്നും പോർച്ചുഗീസുകാർ ജപ്പാൻകാരോട് പറഞ്ഞിട്ടില്ല. യൂറോപ്പ് എന്ന് പറഞ്ഞ പോർച്ചുഗലാണെന്നാണ് ഇവരിവിടെയൊക്കെ പറഞ്ഞു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ജോൺ ആണ് ജപ്പാനിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷ് സെയിലർ. യബുഷിഗയ്ക്ക് ഫുള്ള് ഡൗട്ട് ആവും. എന്നിട്ട് പറയും ജോണിന് ഇപ്പൊ ഒന്നും ചെയ്യണ്ട, കുളിപ്പിച്ച് വൃത്തിയാക്കൂ എന്ന് പറയും. അപ്പൊ ഈ പോർച്ചുഗീസുകാരെ എന്ത് പണ്ടും സമ്മതിക്കില്ല. ഈ കുരിശിനെ നിലത്തിട്ട് ചവിട്ടിയ ആളാണ്, എന്റെ റിലീജിയനെ അപമാനിച്ചു, ഇപ്പൊ കൊല്ലണം എന്ന് പറയും. യബുഷിഗ ആണെങ്കിൽ എന്ത് പറയും, ജോണിനെ എന്തായാലും കൊല്ലാൻ പറ്റില്ല, നീ ഒരു കാര്യം ചെയ്യ്, 12 പേര് ആ ഷിപ്പിലുണ്ടല്ലോ അതിലാരെങ്കിലും നമുക്ക് കൊല്ലാം, അതും ഒരു പ്രത്യേക രീതിയിൽ കൊല്ലാന്ന് പറയും. ഈ പ്രത്യേക രീതിയിൽ കൊല്ലുന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. അതെങ്ങനെ കൊല്ലുക വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ചട്ടി എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് വെള്ളം നിറച്ച് ഇയാളിനെ അതിലിട്ടിട്ട് പുഴുങ്ങിയിട്ടാണ് കൊല്ലുക. അതായത് വളരെ സ്ലോ ഡെത്ത് ആണ്. ഒരു രാത്രി മുഴുവൻ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. ജപ്പാൻകാര് മൊത്തം വൈൽഡ് ആൾക്കാരാണ്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. അവരുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്കാണ്. ഇതൊക്കെ നടക്കുമ്പോൾ യബുഷിഗ ആണെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ സെക്സ് ഒക്കെ ചെയ്ത് നൈസായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ ഇയാളുടെ സ്വഭാവം നമുക്ക് ആക്ച്വലി മനസ്സിലായി. അപ്പൊ സ്വഭാവം മാത്രമാണോ, ബുദ്ധി ഉണ്ടോ, എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യബുഷിഗയ്ക്ക് ഒരു പ്ലാൻ ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാം. യോഷി ഒസാക്ക കാസിലിൽ പെട്ടിരിക്കുകയാണ്. അയാൾ മിക്കവാറും അവര് തന്നെ അവിടെ വെച്ച് കൊല്ലും, ഇങ്ങോട്ടൊന്നും വരില്ല. ഇഷീഡോ ആണെങ്കിൽ പവർഫുൾ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലില് തോക്കുകളും പീരിങ്കുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഇപ്പൊ എടുത്തു വെച്ചിട്ട് ഒരു യുദ്ധം ഉടനെ വരുമല്ലോ, അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്യാന്ന് പറയും. യബുഷിഗയ്ക്ക് എന്ത് വേണം, ഈ മൊത്തം സ്ഥലത്തിന്റെ രാജാവാവണം. യോഷിന്റെ സ്ഥാനമാണ് യബുഷിഗ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്ലാനൊക്കെ തന്നെയാണ്. പക്ഷെ എന്ത് സംഭവിക്കും, ഹിറോമോട്സുവിനെ വിട്ടിട്ടുണ്ടല്ലോ യോഷി, ഹിറോമോട്സു ഇവിടെ എത്തും. ഈ ജപ്പാൻകാരെന്ന് പറഞ്ഞത് ഭയങ്കര റെസ്പെക്ട് ഉള്ള ആൾക്കാരാണ്. രാജാവ് വന്നു, രാജാവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറുത്ത് പറയാനൊന്നും പറ്റില്ല. അത് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഹിറോമോട്സു വന്നിട്ട് പറയും ഈ കപ്പലിലെ എല്ലാ സാധനങ്ങളും യോഷിന്റെ ആണ്, അപ്പൊ അതെടുക്കാൻ ഞങ്ങൾ വന്നതാണ്. അതേപോലെ തന്നെ ഇതിലെ മെയിൻ ആളിനെ ഞങ്ങൾ ഒസാക്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയും. അതായത് ജോണിനെ ഇവര് ഒസാക്കയിലേക്ക് കൊണ്ടുപോവാണ്. എവിടെ മെയിൻ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ജപ്പാന്റെ അകത്ത്, അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഈ ബഹളങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് നമ്മൾ പുതിയൊരു ക്യാരക്ടറിനെ കൂടി പരിചയപ്പെടും. റോഡ്രിഗസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഒരു സ്പാനിഷ് ക്യാപ്റ്റൻ ആണ്. പോർച്ചുഗീസിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. പുള്ളി ഫുള്ള് കോമഡിയാണ്, തെരുവിളിയാണ് ഫുള്ള് ജപ്പാൻകാരെ. കാരണം അവർക്ക് ഭാഷ അറിയില്ലല്ലോ. അപ്പൊ വളരെ റെസ്പെക്ട് ഒക്കെ കൊടുത്തിട്ട് ഒരേ ചീത്തവിളിയാണ്. അപ്പൊ റോഡ്രിഗസും ജോണും കൂടെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യും. അവര് പരിചയപ്പെടുന്നുണ്ട്. നീ ജീവനോട് ഇത്ര നേരം ഇരുന്ന് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് റോഡ്രിഗസ് പറയും. അങ്ങനെ ഇവരെല്ലാരും കൂടെ ഒരു ഷിപ്പിലാണ് ഒസാക്കിയിലേക്ക് പോകുന്നത്. ഒരുപാട് ദൂരമുണ്ട്. ഹിറോമോട്സു, യബുഷിഗ, ജോൺ, റോഡ്രിഗസ് എല്ലാവരും ഉണ്ട് ഷിപ്പിൽ. രാത്രി ആവുമ്പോഴേക്കും വലിയ ഒരു കൊടുങ്കാറ്റ് വരും. റോഡ്രിഗസ് എന്ത് ചെയ്യും, ജോണിന്റെ കെട്ടഴിച്ചു വിടും. ജോൺ ആണെങ്കിൽ നല്ലൊരു പൈലറ്റ് ആണ്. ആ കൊടുങ്കാറ്റിലും വലിയ വേവ്സിന്റെ ഇടയിൽ കൂടെ ജോൺ ഒരുവിധം ഇവരെയൊക്കെ
രക്ഷിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് റോഡ്രിഗസ് ഈ കടലിൽ വീണ് പോവും. അങ്ങനെ രാവിലെ ഒസാക്കയിലേക്ക് എത്തിയതും ജോൺ പറയും റോഡ്രിഗസിനെ മിസ്സിംഗ് ആണ്, അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, എനിക്ക് അയാളെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ഹിറമോത്സുവിന്റെ അടുത്ത് അനുവാദമൊക്കെ ചോദിച്ചിട്ട് യബുഷിഗയും ജോണും കൂടെ റോഡ്രിഗസിനെ അന്വേഷിച്ചിട്ട് പോവും. അപ്പൊ റോഡ്രിഗസ് വലിയൊരു പാറന്റെ താഴെ വീണ് കിടക്കുകയാണ്. യബുഷിഗയാണ് ഒരു കയറൊക്കെ കെട്ടിയിട്ട് റോഡ്രിഗസിനെ രക്ഷിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ ജപ്പാൻകാരന്റെ ഒരു സംഭവം കണ്ട് നമ്മൾ ഞെട്ടും, ജോണും ഞെട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമുറായി ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ സമുറായിസ് ആണല്ലോ ആക്ച്വലി. ഇവർക്ക് മരിക്കാൻ ഒരു പേടിയില്ല. റോഡ്രിഗസിനെ രക്ഷിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ തിരമാലകളൊക്കെ വന്നിട്ട് യബുഷിഗ അതിന്റെ ഇടയിൽ പെടുന്നുണ്ട്. മരിക്കുന്നുള്ളൊരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാൻ വാള് കുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഒരു പ്രശ്നമില്ല, കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാമെന്നതേ ഉള്ളൂ. ഈ തിരമാലകളൊക്കെ വരുന്നതിന്റെ ഗ്യാപ്പിൽ രക്ഷപ്പെടാം. പക്ഷെ വേറൊരാള് അല്ലെങ്കിൽ വേറൊരു സംഭവം അവരുടെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു വലിയ ഒരു കുറച്ചിലാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വയം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു മടിയില്ല. അപ്പൊ ഈ ധൈര്യം, ഈ സമുറായിസിന്റെ ഈ ധൈര്യമൊക്കെ ജോണ് കണ്ട് ഞെട്ടുന്നുണ്ട്. അങ്ങനെ അവര് റോഡ്രിഗസിനെയൊക്കെ രക്ഷിച്ചിട്ട് വരും. യബുഷിഗയെ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, രക്ഷപ്പെടും. അങ്ങനെ ഇവർക്ക് വീണ്ടും കുറച്ച് യാത്ര ചെയ്യാനുണ്ട് ശരിക്കുള്ള ഒസാക്കയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ വെച്ച് റോഡ്രിഗസ് ഒരു കാര്യം പറയും. ജോണിന്റെ അടുത്താണ് പറയുന്നത്, നിന്റെ സീക്രട്ട് ഒക്കെ എനിക്കറിയാം, നിന്റെ ഷിപ്പ് എനിക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട്, നീ ഇതിന് മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ഡോക്യുമെന്റ്സിലുണ്ട്. ബേസിക്കലി ജോണിന്റെ മിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാത്തലിക്സ് ഉള്ള ടെറിട്ടറിയിലൊക്കെ പോയിട്ട് അവരെയൊക്കെ മൊത്തമായിട്ട് കൊന്നിട്ട് വരാനാണ് പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ജോണിന്റെ മിഷൻ. പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഒരുപാട് സ്ഥലത്ത് ടെറിട്ടറീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ തകർക്കലാണ് മിഷൻ. അതിന്റെ രേഖകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒസാക്കയിലേക്ക് എത്തിയതും പോർച്ചുഗീസുകാരൻ്റെ കൊടുക്കും, നിന്റെ കാര്യം അവര് നോക്കിക്കോളെന്ന് പറയും. സ്വന്തം ജീവൻ രക്ഷിച്ച ആളാണ്, എന്നിട്ട് പോലും ജോണിന്റെ അടുത്ത് റോഡ്രിഗസ് ഒരു മയവും കാണിക്കില്ല. ഒരു പ്രശ്നം കഴിയുമ്പോൾ ഉടനെ അടുത്ത പ്രശ്നമാണ്. അങ്ങനെ അവസാനം ജോൺ എത്തുകയാണ് ഒസാക്കയിലേക്ക്. ജോൺ ഇത് കണ്ട് ഞെട്ടുകയാണ്. അതായത് അത്രയും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഒസാക്ക. ജപ്പാൻ എന്ന് പറയുന്നത് എന്താണെന്നൊന്നും ഈ ഇംഗ്ലീഷുകാർക്ക് അറിയില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് യോഷിന്റെ വേറൊരു പ്ലാൻ കൂടെ നമുക്ക് നോക്കാം. യോഷി ആകെ പെട്ടിരിക്കുകയാണല്ലോ. അപ്പൊ യോഷി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹിരമത്സു ഉണ്ടല്ലോ, വലങ്കൈ ആയിട്ടുള്ള ആള്, അയാളുടെ മകന്റെ ഭാര്യയാണ് മാരിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി. മാരിക്കോന് പോർച്ചുഗീസ് ഭാഷ, ഇംഗ്ലീഷ് ഭാഷയൊക്കെ അറിയാം. അപ്പൊ യോഷി നേരിട്ട് വന്നിട്ട് ഒരു കാര്യം ചോദിക്കും. നാളെ ഒരാൾ വരും, അയാള് പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ആളാണ്, ഇവിടെയുള്ള ട്രാൻസ്ലേറ്റർമാരിനൊന്നും എനിക്ക് വിശ്വാസമില്ല, നീ ആവുമ്പോൾ നിനക്ക് ഭാഷയൊക്കെ അറിയാലോ, അപ്പൊ നീ എനിക്ക് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണമെന്ന് പറയും. വേറൊരു കാര്യം കൂടെ നോട്ട് ചെയ്യേണ്ടത്, മാരിക്കോന്റെ റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയാണ്. ഈ പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് ക്രിസ്ത്യാനിറ്റി ഒരുപാട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വരുന്നത് ചിലപ്പോൾ നിന്റെ ശത്രു ആയിരിക്കും, എന്നാലും നീ അതൊന്നും മനസ്സിൽ വെക്കാതെ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം എന്ന് പറയും. രാജാവ് വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാനൊന്നും പറ്റില്ല. മാരിക്കോ പറയും ഞാൻ എന്തായാലും ചെയ്തിരിക്കുന്നു പറയും. അങ്ങനെ യോഷിന്റെ വലിയ പ്ലാനിലെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി വരികയാണ്. അപ്പൊ ഇതോടുകൂടി ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ബേസിക്കലി മനസ്സിലാക്കുന്നതും ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ കാണിച്ചു തന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്. എല്ലാവർക്കും സീരീസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.